മിഡ് കേരളയിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഈ തിരൂരിന്റെ ടൗൺ ഹാളിൽ ഇങ്ങനെ യോജിപ്പിച്ചതിന്റെ പേരാണ് ഓർഗനൈസിംഗ് കേപ്പബിലിറ്റി. അതുള്ള ആളുകൾക്ക് ഇവിടെ A+ ഇല്ല. ഇങ്ങനെ നിങ്ങളെ മുഴുവൻ നയിച്ചു കൊണ്ടുപോയി നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ പേരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അതുള്ളവർക്ക് ഇവിടെ A+ ഇല്ല. ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ടീച്ചർക്ക് നേരെ കസേര എടുത്തുയർത്തി പിന്നീട് അവസാനം വീട്ടിലേക്ക് പതിതമായി വന്ന കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. അദ്ദേഹത്തിനും ഇവിടെ A+ ഇല്ല. 15ാമത്തെ വയസ്സിൽ സ്കൂൾ അവസാനിപ്പിക്കേണ്ടി വന്ന് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയ മഹാമനുഷ്യന്റെ പേരാണ്, ഇതുവരെ 10ാം ക്ലാസ് താണ്ടാത്ത മനുഷ്യന്റെ പേരാണ് സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹത്തിനും ഇവിടെ A+ ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഞാൻ കുറ്റപ്പെടുത്തല്ല എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ ഇന്ത്യയിൽ അവർക്ക് സീറ്റില്ല. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന അമർത്യ സെന്നിനും ഡോക്ടർ മൻമോഹൻ സിംഗിനും ഇന്ത്യയിൽ ഒരു UPSC ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ട്രിനിറ്റി എന്ന് പറയുന്ന അപാരമായ ക്യാമ്പസിൽ പോയി പഠിച്ചു സർ ഐസക് ന്യൂട്ടന്റെ കൂട്ടത്തിൽ ഫോട്ടോ നിരത്തി വെച്ചവരുടെ പേരാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ ഡോക്ടർ അല്ലാമ ഇക്ബാലും. അവർക്കിവിടെ UPSC കിട്ടില്ല. കാരണം അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്.